إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي نبينا محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أحبتي في الله أوصيكم بما وصى الله به الأولين والآخرين وقال تعالى ولقد وصينا الذين أوتوا الكتاب من قبلكم وإياكم أن اتقوا الله واتقوا الله في السر والعلانية. എല്ലാവരും അടുത്തടുത്തിരുന്നാൽ കുറച്ചുകൂടി ആളുകൾക്ക് പിന്നെ ഇരിക്കാവുന്നതാണ്. ഇരിക്കുമ്പോൾ തന്നെ പിന്നെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് സഫുകൾ പൂർത്തിയാക്കിയിരിക്കുക എന്നതാണ് അതിന്റെ ഒരു ശരി. കൂടുതൽ ആളുകൾക്ക് ഇരിക്കാമല്ലോ. അൽഹംദുലില്ലാ. സഹോദരങ്ങളെ, ദീൻ എന്നത് അള്ളാഹുവിന്റെ വഹയിന്റെ അടിസ്ഥാനത്തിൽ സ്ഥാപിതമായതാണ്. ദീനായിക്കൊണ്ട് എന്തൊന്നു വന്നോ അത് നിരുപാധികം അൺകണ്ടീഷണലി സ്വീകരിക്കുക എന്നതാണ് നമ്മുടെ മേൽ ബാധ്യതയായിട്ടുള്ളത്. ഈ ദീനിന്റെ കാര്യത്തിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും ഒരു മാറ്റം വരുത്താൻ അധികാരമില്ല, അവകാശമില്ല, അതിന് സാധ്യമല്ല. ഖാല അല്ലദീന ലാ യർജൂന ലിഖാഅന, അല്ലാഹുവിനെ കണ്ടുമുട്ടണമെന്ന് പ്രതീക്ഷയില്ലാത്ത അവിശ്വാസികളായ ആളുകൾ പറഞ്ഞു, ഇഅ്തി ബിഖുർആനിൻ ഗൈരി ഹാദാ ഔ ബദ്ദിൽഹു, മുഹമ്മദ് നബിയോട് നിങ്ങൾ ഇതല്ലാത്തൊരു ഖുർആൻ കൊണ്ടുവരൂ, അതല്ലെങ്കിൽ ഇതിൽ ചില മാറ്റങ്ങൾ വരുത്തൂ. എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്? ഖുൽ നബിയെ പറയുക, മാ യകൂനു ലി അൻ ഉബദ്ദിലഹു മിൻ തിൽഖാഇ നഫ്സി, എന്റെ ഭാഗത്ത് നിന്ന് എന്റെ ഒപ്പീനിയൻ പ്രകാരം ഇതിൽ മാറ്റം വരുത്താൻ എനിക്ക് സാധ്യമല്ല. ഇൻ അത്തബിഉ ഇല്ലാ മാ യുഹാ ഇലൈ, എന്താണോ എനിക്ക് വഹി നൽകപ്പെട്ടത് അത് ഫോളോ ചെയ്യുക എന്നത് മാത്രമാണ് എന്നിൽ അർപ്പിതമായത്. ഇന്നി അഖാഫു ഇൻ അസൈതു റബ്ബി അദാബ യൗമിൻ അളീം, എന്റെ റബ്ബിനോട് ഞാൻ എന്തെങ്കിലും എതിര് ചെയ്താൽ അള്ളാഹുവിൽ നിന്ന് വേദനയേറിയ ഭയാനകരമായ ശിക്ഷ എന്നെ പിടികൂടുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. ഒരിക്കൽ ഒരാൾ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അയ്യുൽ ബിഖാഇ അഫ്ളൽ, ഭൂമിയിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഖൈറായ സ്ഥലം ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ അദ്രി, എനിക്കറിയില്ല. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നു. ജിബ്രീലിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അയ്യുൽ ബിഖാഇ അഫ്ളൽ, ഭൂമിയിൽ ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥലം ഏതാണ്? ജിബ്രീലും പറഞ്ഞില്ല, ആകാശ ലോകത്തേക്ക് അള്ളാഹുവിലേക്ക് മടങ്ങി. അവിടെ നിന്നാണ് ഉത്തരവുമായി കൊണ്ട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വഹയി നൽകുന്നത് അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം. അഹബ്ബുൽ ബിലാദി ഇലല്ലാഹി മസാജിദുഹ, അള്ളാഹുവിന് ഈ ലോകത്ത് ഭൂമിയിൽ ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലങ്ങൾ അത് പള്ളികളാണ്, മസ്ജിദുകളാണ്, അള്ളാഹുവിന് സുജൂദ് ചെയ്യാനുള്ള ഇടങ്ങളാണ്. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യുഹാ, ദീനിന്റേതായ ഏതൊരു കാര്യമുണ്ടോ അത് സ്വന്തം ഇഷ്ടപ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുകയില്ല, അള്ളാഹുവിൽ നിന്നുള്ള വ്യക്തമായ വഹയിന്റെ അടിസ്ഥാനത്തിലല്ലാതെ. സഹോദരങ്ങളെ, വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒന്നാമത്തെ ബാധ്യത നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബിന് ശുക്ർ ചെയ്ത് ജീവിക്കുക, റബ്ബിനെ അനുസരിക്കുക. വമാ ബികും മിൻ നിഅമത്തിൻ ഫമിനല്ലാഹ്, എന്തൊരു നിഅമത്ത് നോക്കൂ, അതെല്ലാം അള്ളാഹുവിൽ നിന്നാണ്. ആ റബ്ബിന്
നന്ദി കാണിച്ച് അവനെ അനുസരിച്ച് ജീവിക്കുക. രണ്ടാമതായി ഈ ഖൈർ നമുക്ക് എത്തിച്ചു തന്നത്, ഈ സന്ദേശം ഇസ്ലാം എന്ന ദീൻ നമുക്ക് എത്തിച്ചു തന്നത് നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആ റസൂലിനെ നാം അനുസരിക്കുക. നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, സത്യവിശ്വാസികൾക്ക് അവരുടെ സ്വന്തം നഫ്സിനേക്കാൾ ഏറെ ഏറ്റവും അടുത്ത് നിൽക്കുന്നവരാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ അത്തിഉല്ലാഹ വ അത്തിഉർ റസൂൽ, നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കുക, അല്ലാഹുവിന്റെ ദൂതരെ അനുസരിക്കുക എന്നത്. വിശുദ്ധ ഖുർആനിലും സുന്നത്തിലും എന്തൊരു കാര്യം വന്നുവോ അത് നിരുപാധികം, പിന്നെ അവിടെ ഒരു ക്വസ്റ്റ്യൻ ഇല്ല, അതെന്തുകൊണ്ട് അങ്ങനെ എന്നൊരു ചോദ്യമില്ല. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയിലെ അവസാന ഭാഗത്ത് ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് വഇൻ തുബ്ദു മാ ഫി അൻഫുസികും ഔ തുഖ്ഫൂഹു യുഹാസിബുകും ബിഹില്ലാഹ് ഫയഗ്ഫിറു ലിമൻ യശാ വയുഅദ്ദിബു മൻ യശാ വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന ആയത്തിറങ്ങി. ആകാശഭൂമികളിലുള്ളതെല്ലാം അല്ലാഹുവിനുള്ളതാണ്. നിങ്ങൾ ഏതൊരു കാര്യം നിങ്ങൾ ഒളിപ്പിച്ചു വെച്ചാലും പുറത്തേക്ക് പറഞ്ഞാലും യുഹാസിബുക്കും ബിഹില്ലാ, അല്ലാഹു നിങ്ങളെ അത് വിചാരണ ചെയ്യും, ഹിസാബ് നടത്തും എന്ന ആയത്തിറങ്ങി. ലമ്മാ നസലത് ഹാദിഹിൽ ആയ, ഈ ആയത്ത് അവതരിച്ചപ്പോൾ ഇസ്തദ്ദ ദാലിക അലാ സ്വഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിന് അതൊരു പ്രയാസം ഉണ്ടാക്കി. ഫഅതൗ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവർ അല്ലാഹുവിന്റെ ദൂതരുടെ അടുക്കലേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് കുല്ലിഫ്നാ മാ നുതീഖ്, ഞങ്ങളെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ ഞങ്ങളോട് ഏൽപ്പിച്ചിട്ടുണ്ട്. അസ്സലാത്ത് വസ്സിയാം വൽ ജിഹാദ് വസ്സദഖ, നിസ്കാരവും നോമ്പും സക്കാത്തും ജിഹാദും ഒക്കെ ഞങ്ങൾക്ക് കഴിയുന്നതാണ്. പക്ഷേ വഉൻസില അലൈക ഹാദിഹിൽ ആയ, നിങ്ങൾക്ക് ഈ ആയത്തിറങ്ങിയല്ലോ നബിയെ, മനസ്സിൽ മനുഷ്യരല്ലേ എന്തെല്ലാം വിചാരിക്കുന്നതാണ്, അതുപോലും ഹിസാബ് നടത്തും, വിചാരണ ചെയ്യുമെന്നോ. കുല്ലിഫ്നാ മാ ലാ നുതീഖ്, ഞങ്ങളെ കൊണ്ട് കഴിയാത്തത് ഞങ്ങളോട് ഏൽപ്പിച്ചിരിക്കുന്നു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം വിവരണമായി. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അതുരീദൂന അൻ തഖൂലു കമാ ഖാല അഹ്ലുൽ കിതാബൈനി മിൻ ഖബൽ, നിങ്ങൾക്ക് മുമ്പ് വേദക്കാർ യഹൂദി നസാറാക്കൾ പറഞ്ഞതുപോലെ പറയാനാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അവരെന്താ പറഞ്ഞത്? സമിഅനാ വഅസൈന, സംഗതിയൊക്കെ ശരി, ഞങ്ങൾ കേട്ടു, പക്ഷേ ഞങ്ങളത് അനുസരിക്കാനില്ല, അതിലൂടെ ഞങ്ങൾ വിസമ്മതിക്കുന്നു. നിങ്ങൾ പറയൂ, അള്ളാഹു എന്തെന്ന് പറഞ്ഞോ, സമിഅനാ ഞങ്ങൾ കേട്ടു, ഞങ്ങൾ അനുസരിച്ചു. ആ ഖൗമിനെ കൊണ്ട്, ആ സ്വഹാബത്തിനെ കൊണ്ട് അവരെ അത് അംഗീകരിപ്പിച്ചു. വദല്ലത്ത് അൽസിനത്തും, അവരുടെ നാവുകൾ വഴങ്ങിയതിന് സമിഅനാ വഅതഅനാ എന്നവർ പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തു പറഞ്ഞാലും ഞങ്ങൾ അത് കേൾക്കുന്നു, അനുസരിക്കുന്നു. പിന്നീടാണ് ആയത്തിറങ്ങിയത്, ആമന റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി വൽ മുഅ്മിനൂൻ കുല്ലുൻ ആമന ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റസുലിഹി ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റുസുലിഹി ഖാലൂ സമിഅനാ വഅതഅനാ ഗുഫ്റാനക റബ്ബനാ വ ഇലൈക്കൽ മസീർ. അവർ പറഞ്ഞു, ഞങ്ങൾ വിശ്വസിച്ചു, അല്ലാഹു പറഞ്ഞത് എന്തോ എല്ലാം ഞങ്ങൾ വിശ്വസിച്ചു, വിശ്വസിക്കേണ്ട കാര്യങ്ങളെല്ലാം വിശ്വസിച്ചു, ഞങ്ങൾ കേട്ടിരിക്കുന്നു, അനുസരിച്ചിരിക്കുന്നു, റബ്ബേ ഞങ്ങൾക്ക് പുറത്തു തരണേ. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വസഹാ. തുടർന്നാണ് അല്ലാഹു ആയത്തിറക്കിയത്, ഒരാൾക്കും ബേർഡനായിട്ടുള്ള അവർക്ക് പ്രയാസമുണ്ടാക്കുന്ന ഒന്നും അല്ലാഹു ഏൽപ്പിച്ചിട്ടില്ല. നിങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയാത്ത, നിങ്ങളെ കൊണ്ട് പ്രവർത്തിക്കാൻ കഴിയാത്ത ഒരു കാര്യവും നിങ്ങളോട് ഏൽപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് അവരിൽ നിന്ന് അത് എടുത്തുമാറ്റി. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഇന്നല്ലാഹ തജാവസ ലി അൻ ഉമ്മത്തി, എന്റെ ഉമ്മത്തിന്റെ വിഷയത്തിൽ എനിക്ക് എക്സ്ക്യൂസ് തന്നിട്ടുണ്ട്. എന്താണ്? അവരൊരു കാര്യം പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്നത് വരെ അവരിൽ രേഖപ്പെടുത്തുകയില്ല. സഹോദരങ്ങളെ, അതുകൊണ്ട് എന്തൊരു വിഷയമായാലും അത് നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കുകയോ ചിന്തിക്കുകയോ നിൽക്കേണ്ടതില്ല. അല്ലാഹും റസൂലും എന്തു പറഞ്ഞാലും അത് അനുസരിക്കുക, സ്വീകരിക്കുക. വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖളല്ലാഹു വറസൂലുഹു അംറ അൻ യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം വമൻ യഅസില്ലാഹ വറസൂലഹു ഫഖദ് ളല്ല ളലാലൻ മുബീന. ഒരു സത്യവിശ്വാസിക്കോ ഒരു സത്യവിശ്വാസിനിക്കോ പാടുള്ളതല്ല, അല്ലാഹും റസൂലും ഒരു കാര്യത്തിൽ വിധി നടപ്പാക്കിയാൽ, വിധി പറഞ്ഞാൽ പിന്നെ അവരുടെ അഭിപ്രായം അതിനോട് യോജിക്കുക എന്നതല്ലാതെ അവരുടെ വിഷയത്തിൽ അവർക്ക് സ്വന്തമായ അഭിപ്രായം ഞാൻ ഇങ്ങനെ ചെയ്യൂ എന്ന് പറയാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം പഠിപ്പിച്ചു, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം അറിയിച്ചു തന്നു, ഇങ്ങനെ ചെയ്യണമെന്ന്, എങ്കിൽ പിന്നെ അത് അങ്ങനെ ചെയ്യാവൂ, അതല്ലാത്ത നിലയ്ക്ക് അത് ചെയ്യാൻ പാടില്ല. സ്വർഗത്തിലേക്ക് പോകണോ എങ്കിൽ
ഇസ്ലാമിന്റെ അടിസ്ഥാനം അതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു ഉമ്മത്തി യദ്ഖുലൂനൽ ജന്ന ഇല്ലാ മൻ അബാ. എന്റെ ഉമ്മത്തിലെ എല്ലാ ആളുകളും സ്വർഗ്ഗത്തിൽ പ്രവേശിക്കും, വിസമ്മതിച്ചവരൊഴികെ. അപ്പൊ സ്വഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ് മൻ യഅബാ, യാ റസൂലല്ലാഹ് ആരാണ് വിസമ്മതിച്ചവർ നബിയെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അത്വഅനി ദഖലൽ ജന്ന. ആരെന്നെ അനുസരിക്കുന്നു, ഒബേ ചെയ്യുന്നു, അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു. വമൻ അസാനി ഫഖദ് അബാ. എന്നോട് ഡിസൊബേ ചെയ്യുന്നവരാരാ, എന്നോട് അനുസരണക്കേട് കാണിക്കുന്നവരാരാ, അവരാണ് വിസമ്മതിച്ചവർ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യത്തിൽ ഒരു വിധി പറഞ്ഞിട്ടുണ്ടെങ്കിൽ സഹോദരങ്ങളെ, അതിനെതിരായിക്കൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പാടില്ല എന്നാണ് നമ്മുടെ ദീൻ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. കാരണം എന്താ? അള്ളാഹുവിന്റെ വഹീന്റെ അടിസ്ഥാനത്തിലാണ് ഈ ദീൻ. നമ്മളെ സൃഷ്ടിച്ച, നമ്മെ പരിപാലിക്കുന്ന നമ്മുടെ ഉടമസ്ഥനായ റബ്ബിന്റെ കൽപ്പനയാണ് നമുക്ക് ഓതി തന്നിട്ടുള്ളത്. അതുകൊണ്ട് വിശ്വാസികളാണോ, ഇന്നമാ കാന ഖൗലുൽ മുഅ്മിനീൻ ഇദാ ദുഉ ഇലല്ലാഹി വറസൂലി ലിയഹ്കുമ ബൈനഹും അയ്യഖൂലു സമീഅനാ വഅതഅനാ. സത്യവിശ്വാസികൾ ഇങ്ങനെയാ പറയാ, അള്ളാഹുവിലേക്ക് വിളിക്കപ്പെട്ടാൽ ഏതൊരു കാര്യമായിരുന്നാലും അവർ സമീഅനാ വഅതഅനാ, ഞങ്ങൾ കേട്ടു അനുസരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് സല്ലു കമാ റഅയ്തുമുനി ഉസല്ലി, ഞാൻ എങ്ങനെ നമസ്കരിക്കുന്നതായി നിങ്ങൾ കണ്ടുവോ അതേപോലെ നമസ്കരിക്കുക. എല്ലാത്തിനും ഒരു അടിസ്ഥാനമുണ്ട്. ആളുകൾക്ക് തോന്നിയ പോലെ ദീൻ ഉണ്ടാക്കാൻ, ഇതിൽ കൈകടത്തൽ നടത്താൻ, മാറ്റം വരുത്താൻ ഒരാൾക്കും പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാൻ സാധിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുകയാണ്, ഇദാ അഖദ്ത മൽജഅക, നീ ഉറങ്ങാൻ വേണ്ടി കിടക്കാൻ ഉദ്ദേശിച്ചാൽ, ഫതവദ്ദ വുദൂഅക ലിസ്സലാ, നമസ്കാരത്തിന് വുദൂ ചെയ്യുന്ന പോലെ നീ വുദൂ ചെയ്യുക. ثم شقك الايمن التجئ على شقك الايمن, പിന്നെ റൈറ്റ് സൈഡ് ഭാഗം കിടക്കേണ്ടത് റൈറ്റ് സൈഡിലേക്ക് തിരിഞ്ഞു കിടക്കുക, നിന്റെ കൈ ഇങ്ങനെ താഴെ വെച്ചിട്ട്. എന്നിട്ട് നീ പറയണം, എന്നൊരു പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതായിരിക്കണം നീ അവസാനം പറയേണ്ടത്. ഉറങ്ങുമ്പോൾ ഒരുപാട് ദിക്റുകളുണ്ട്. അല്ലാഹുമ്മ അസ്ലംതു നഫ്സി ഇലൈക വവജ്ജഹതു വജ്ഹി ഇലൈക വഫവ്വൽതു അംരി ഇലൈക വഅൽജഅതു ളഹരി ഇലൈക റഗ്ബതൻ വറഹബതൻ ഇലൈക ലാ മൽജഅ വലാ മൻജാ മിൻക ഇല്ലാ ഇലൈക ആമൻതു ബികിതാബിക അല്ലദി അൻസൽത വബിനബിയിക അല്ലദി അർസൽത. ഈ ഒരു ദുആയാണ് പഠിപ്പിച്ചു കൊടുത്തത്. നമ്മളൊക്കെ പഠിക്കേണ്ട, ചൊല്ലേണ്ട, ഉറങ്ങാൻ കിടക്കുമ്പോൾ ചൊല്ലേണ്ട ഒരു പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ അസ്ലംതു നഫ്സി ഇലൈക, റബ്ബേ നിന്നിലേക്ക് എന്റെ ജീവിതം ഞാൻ സമർപ്പിച്ചിരിക്കുന്നു, നിന്നിലേക്ക് ഞാൻ തിരിഞ്ഞിരിക്കുന്നു, നിന്നിലേക്കെല്ലാം ഏൽപ്പിച്ചിരിക്കുന്നു. ലാ മൽജഅ വലാ മൻജാ മിൻക ഇല്ലാ ഇലൈക, നിന്നിലേക്കല്ലാതെ ഒരു അഭയമില്ല, രക്ഷ തേടി പോകാനുള്ളത് നീയല്ലാതെ മറ്റൊന്നുമില്ല. എനിക്കൊരു ഏലസും ഒരു ഉറുക്കും ഒരു മന്ത്രവും എനിക്ക് ആവശ്യമില്ല. എന്റെ ജീവിതത്തിലെ എന്തേത് പ്രശ്നങ്ങളും രാപ്പകലുകളിലും മുഴുവനും ജീവിതത്തിലെ എന്തു പ്രതിസന്ധികളിലും എനിക്ക് താങ്ങായും തണലായുമുള്ളത് റബ്ബേ നീ മാത്രമാണ്, നിന്നിലാണ് ഞാനെല്ലാം ഏൽപ്പിക്കുന്നത്, നീയല്ലാതെ എനിക്കൊരു പ്രതീക്ഷയില്ല എന്നുള്ള തവക്കുലിന്റെ പ്രാർത്ഥനയാണ്. എന്നിട്ട് പറഞ്ഞത് ആമൻതു ബികിതാബിക്കല്ലദി അൻസൽത, നീ ഇറക്കിയ കിതാബിൽ ഞാൻ വിശ്വസിച്ചു. വബി നബിയിക്കല്ലദി അർസൽത, നീ അയച്ച നബിയിൽ ഞാൻ വിശ്വസിച്ചു. ഇതാണ് പ്രാർത്ഥന. ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു അത് ബൈഹാത്താക്കി. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലിക്കൊടുക്കാൻ. അത് ചൊല്ലിക്കൊടുത്തപ്പോൾ അവസാന ഭാഗത്ത് ആമൻതു ബികിതാബിക്കല്ലദി അൻസൽത വബി നബിയിക എന്ന് പറയേണ്ടടുത്ത് വബി റസൂലിക്കല്ലദി അർസൽത എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുൽ, ഇങ്ങനെ പറയും. വബി നബിയിക്കല്ലദി അർസൽത എന്നാണ് ഞാൻ പഠിപ്പിച്ചതെങ്കിൽ അത് അങ്ങനെ തന്നെ പറയണം. നോക്കൂ സഹോദരങ്ങളെ, അവിടെ നബിയും റസൂലൊക്കെ നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് തന്നെ പറഞ്ഞത്. പക്ഷെ ഒരു വേർഡ്, ഒരു വാക്കിൽ പോലും നബി എന്നത് റസൂലാക്കാൻ പോലും ഒരാൾക്കും അവകാശമില്ല. എന്താണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് അത് അതേപോലെ നമ്മൾ പ്രവർത്തിക്കുക എന്നതാണ് ദീന്. നമുക്കത് മാറ്റം വരുത്താനില്ല. ആർക്ക് വേണ്ടിയാ മയ്യത്ത് നിസ്കരിക്കേണ്ടത്? വിശ്വാസികൾക്ക് വേണ്ടിയാ, മുഅ്മിനീങ്ങൾക്ക്, മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ബാധ്യത, സാമൂഹ്യ ബാധ്യതയാണ്. നിങ്ങളുടെ ഒരാൾ മരിച്ചാൽ അയാൾക്ക് മയ്യത്ത് നിസ്കരിക്കണം, മറവ് ചെയ്യണം. അപ്പൊ ഒരാളുടെ മനസ്സിൽ തോന്നുക എന്ത്, അങ്ങനെയൊന്നുമില്ല, ഏത് മനുഷ്യന്മാർക്കും വേണ്ടിയിട്ട് മയ്യത്ത് നിസ്കരിക്കുക. ഇങ്ങനെ ഓരോന്ന് കൊണ്ടുവരന്നെ. സ്ത്രീകൾക്ക് ജുമാക്ക് നേതൃത്വം നൽകുക, അങ്ങനെ ഉണ്ടല്ലോ. എല്ലാം സ്വാതന്ത്ര്യമുണ്ട്, അതുകൊണ്ട് അവരിഷ്ടം പോലെ സ്ത്രീകൾക്ക് ഇമാമ നിൽക്കാം. എന്താ അങ്ങനെ? അതിനൊന്നും ഇസ്ലാം വിലക്കുന്നില്ല. എന്നിട്ട് അവരവരുടെ ന്യായങ്ങളും ന്യായീകരണങ്ങളും. സഹോദരങ്ങളെ, ഇങ്ങനെയൊന്നും അവനവനെ ചെയ്യാനുള്ളതല്ല ദീൻ. 1400 വർഷങ്ങൾക്ക് മുമ്പ് കൃത്യമായി A to Z മാ മിൻ ഷൈഇൻ യുഖർരിബുകും ഇലൽ ജന്ന വയുബായിദുകും മിനൻ നാർ ഇല്ലാ ഖദ് ബുയ്യിന ലക്കും. സ്വർഗ്ഗത്തിലേക്ക് അടുപ്പിക്കുന്ന ഏതൊരു കാര്യമുണ്ടോ, നരകത്തിൽ നിന്ന് അകറ്റുന്ന ഏതൊരു കാര്യമുണ്ടോ നിങ്ങൾക്ക് അറിയിക്കപ്പെടാതെ പോയിട്ടില്ല. ഒന്നും തന്നെ വിട്ടേച്ചു പോയിട്ടില്ല. ദീനായി നിങ്ങൾക്ക് എന്ത് ചെയ്യാനുണ്ടോ അതൊക്കെ തന്നെ. ടോയ്ലറ്റിലേക്ക് പ്രവേശിക്കുമ്പോൾ ഏത് കാല് വെച്ച് പ്രവേശിക്കണം, എന്ത് ചൊല്ലണം, ഇങ്ങനെ തുടങ്ങി ഉറങ്ങാൻ കിടക്കുമ്പോഴും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും എല്ലാം പഠിപ്പിക്കപ്പെട്ടു. പിന്നെ നമ്മുടേതായ ഒരു ചിന്തക്കനുസരിച്ച് ഇതിനെ മാറ്റാനില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ റഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാതമൻ മിൻ ദഹബിൻ ഫീ യദി റജുലിൻ, ഒരാളുടെ കയ്യിൽ ഒരു ഗോൾഡിന്റെ റിംഗ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫനസഅഹു ഫതറഅഹു, നബി അത് ഇങ്ങനെ വലിച്ചൂരിട്ട് എറിഞ്ഞ്
യഅ്മിദു അഹദുകും ഇലാ ജംറത്തിൻ മിൻ നാരിൻ ഫയജ്അലുഹാ ഫീ യദിഹി, തീ കൊണ്ടുള്ള ഒരു റിംഗ് നിങ്ങളുടെ കയ്യിലിടാൻ നിങ്ങൾ ആഗ്രഹിക്കുകയാണോ എന്ന് പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗൗരവത്തോടെ. മുസ്ലിം ഉമ്മത്തിലെ ആണുങ്ങൾക്ക് ഗോൾഡിന്റെ ആഭരണങ്ങൾ ഹറാമാണ്, നിഷിദ്ധമാണെന്ന് പഠിപ്പിക്കപ്പെട്ടതാ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞു പോയി. ഫഖീല ലിർറജുലി ബഅദ മാ ദഹബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയപ്പോ ഇയാളോട് പറഞ്ഞു, ഖുദ് ഖാതമക, നിന്റെ ആ റിംഗ് എടുത്തോ, ഇൻസഫിയ ബിഹി, അതുകൊണ്ട് വേറെ ഉപകാരമൊക്കെ ഉണ്ടാവുമല്ലോ, നീ ഉപയോഗിക്കണ്ട. അപ്പൊ അയാൾ പറഞ്ഞത്, ലാ വല്ലാഹി, അല്ലാഹുവാണ് സത്യം, ലാ ആഖുദുഹു അബദൻ വഖദ് തറഹഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലിച്ചെറിഞ്ഞ ഒരു സാധനം അത് ഞാൻ, അല്ലാഹുവാണ് സത്യം, എടുക്കുകയില്ല. സുന്നത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് കൽപ്പിച്ചോ അത് സ്വീകരിക്കുക. വമാ ആതാകുമുർ റസൂൽ ഫഖുദു വമാ നഹാകും അൻഹു ഫൻതഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് കൊണ്ടുവന്നുവോ അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക, സ്വീകരിക്കുക. നിങ്ങളോട് വിരോധിച്ച കാര്യങ്ങളുണ്ടോ അത് നിങ്ങൾ ഒഴിവാക്കുക. പിന്നെ അവിടെ ഒരു ഓപ്ഷനൽ ഇല്ല, അങ്ങനെയും ആവാം ഇങ്ങനെയാവും എന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദീനിൽ ഒരു വിധി പറഞ്ഞാൽ അങ്ങനെയാണ് സഹോദരങ്ങളെ. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുഖദ്ദിമു ബൈന യദയില്ലാഹി വറസൂലിഹി വത്തഖുല്ലാഹ ഇന്നല്ലാഹ സമീഉൻ അലീം. നമ്മൾ പഠിക്കുന്ന സൂറത്തുൽ ഹുജറാത്തിലെ ആയത്തുകൾ, അല്ലാഹുവിന്റെയും റസൂലിനെയും മുൻകടന്നുകൊണ്ട് ഒന്നും ചെയ്യാനില്ല, പറയാനില്ല, പ്രവർത്തിക്കാനില്ല എന്നതാണ് ഇസ്ലാം ദീനിന്റെ അടിസ്ഥാനം. എന്താണ് അങ്ങനെ ചെയ്താൽ? നിങ്ങൾ ജാഗ്രത കൈക്കൊള്ളണം, അല്ലാഹുവിന്റെ റസൂലിനെയും നിങ്ങൾ അനുസരിക്കണം. അതിനെതിരെ ചെയ്താൽ നിങ്ങൾ ജാഗ്രത പേടിക്കണം കേട്ടോ. ഫൈൻ തവല്ലൈതും ഫഅലമു, നിങ്ങൾ തിരിഞ്ഞു കളയുകയാണെങ്കിൽ നിങ്ങൾ അറിയണം, അന്നമാ അലാ റസൂലിൽ ബലാഉൽ മുബീൻ, നബിയുടെ മേൽ വ്യക്തമായി എത്തിച്ചു തരിക എന്നതാണ് ബാധ്യതയുള്ളത്. മാത്രമല്ല സൂറത്തുൽ അഹ്സാബിന്റെ അവസാന ഭാഗത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തി, ഫൽയഹ്ദരില്ലദീന യുഖാലിഫൂന അൻ അംരിഹി, അള്ളാന്റെ റസൂലിന്റെ കൽപ്പനയോട് എതിര് പ്രവർത്തിക്കുന്ന ആളുകൾ ജാഗ്രത കൈക്കൊള്ളട്ടെ. അൻ തുസീബഹും ഫിത്ന ഔ തുസീബഹും അദാബുൻ അലീം, അവർക്ക് ഫിത്ന ബാധിക്കുന്നതിനെ അവർ പേടിക്കട്ടെ, വേദനയേറിയ ശിക്ഷ വരുന്നതിനെ അവർ ഭയപ്പെടട്ടെ. ഇബ്നു കസീർ റഹിമഹുല്ലാ ഈ ആയത്തിനെ വിശദീകരിച്ചു. അൻ അംരി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു കൽപ്പന, അതെന്താണ്? വഹുവ സബീലുഹു, അത് നബിയുടെ മാർഗമാണ്. വമൻഹജുഹു, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന മനഹജാണ്. വതരീഖതുഹു വശരീഅതുഹു വസുന്നതുഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗവും നബിയുടെ സുന്നത്തും ആ ദീനും അതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നൊരു കാര്യം വന്നാൽ പിന്നെ അവിടെ അതിനെതിരെ ചെയ്യാൻ നമുക്കില്ല. ഫതൂസനുൽ അഅമാലു വൽ അഖ്വാൽ ബിഅഖ്വാലിഹി വഅഅമാലിഹി, ഏതൊരു കർമ്മവും ഏതൊരു പ്രവർത്തനവും വാക്കുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളോടും കർമ്മത്തോടുമാണ് തുലനം ചെയ്യുന്നത്. അതിനോട് യോജിച്ചാൽ സ്വീകരിക്കുക, അതിനോട് എതിരായാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കിനോടും പ്രവൃത്തിയോടും എതിരായിട്ടാണ് നമ്മുടെ കാര്യം ഉള്ളത് എങ്കിൽ അത് തള്ളിക്കളയേണ്ടതാണ്. അത് പറഞ്ഞവനെയും അത് ചെയ്യുന്നവനെയും ഒക്കെ, ആരാണെങ്കിലും ശരി, ആര് കൊണ്ടുവന്നാലും അത് നമുക്ക് സ്വീകരിക്കാനില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ, നമ്മുടെ കൽപ്പനയിൽ ഇല്ലാത്ത ഒരു കാര്യം ആരെങ്കിലും ചെയ്താൽ അത് തള്ളിക്കളയേണ്ടതാണ്. അത് കുറെ ആളുകൾ മെജോറിറ്റി ചെയ്യുന്നുണ്ടല്ലോ, കുറെ ആളുകൾ അവിടെ ദുബായിൽ നടക്കുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ സൗദി അറേബ്യയിൽ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഇന്ന നാട്ടിലുണ്ടല്ലോ, അതൊന്നുമല്ല ദീന്. ഖാല അല്ലാഹ് ഖാല റസൂലുള്ളാഹ് ഖാല സ്വഹാബ, സ്വഹാബത്ത് എങ്ങനെ മനസ്സിലാക്കി, അല്ലാഹുവിന്റെ റസൂൽ എന്ത് പഠിപ്പിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് അറിയിച്ചു തന്നു, ഇതാണ് ദീന്. അൽ കിതാബു വസ്സുന്ന അലാ ഫഹ്മി സലഫിൽ ഉമ്മ, അള്ളാന്റെ കിതാബും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും അതിന്റെ പ്രഥമ ഓഡിയൻസ് ആയ സ്വഹാബത്ത് എങ്ങനെ മനസ്സിലാക്കിയോ അതേപോലെ മനസ്സിലാക്കുക. ഒരിക്കൽ ഒരാൾ മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മസ്ജിദ് നബവിയിലെ ഇമാമാണ്, ഇമാമു ദാറുൽ ഹിജ്റ മാലിക് ഇബ്നു അനസ് റഹിമഹുല്ലാ. അദ്ദേഹത്തിന്റെ അടുക്കൽ വന്നുകൊണ്ട് ചോദിച്ചു, മിൻ അയ്ന ഉഹ്രിം, ഞാൻ എവിടുന്നാണ് ഇഹ്റാം ചെയ്യേണ്ടത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, മിൻ ദുൽഹുലൈഫ, മദീനക്കാരായ ആളുകളുടെ മീഖാത്ത് ഉംറക്കൊക്കെ പോകുമ്പോൾ ദുൽഹുലൈഫാണ്, അവിടുന്ന്. അപ്പൊ അയാൾ പറഞ്ഞു, എന്ത്? ഉരീദു അൻ ഉഹ്രിമ ഫിൽ മസ്ജിദ്, മസ്ജിദ് നബവിയിൽ ഇഹ്റാം ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. അപ്പൊ ഇമാം മാലിക് റഹിമഹുല്ലാ അയാളോട് പറഞ്ഞു, ലാ തഫ്അൽ, നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. ഇന്നി അഖ്ശ അലൈക്കൽ ഫിത്ന, നിങ്ങളുടെ മേൽ ഞാൻ ഫിത്നയെ ഭയപ്പെടും. അപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ കുറച്ചും കൂടി ദൂരത്തുനിന്നായാൽ അത്രയും സമയം തൽബിയത്ത് ചെയ്ത് ചൊല്ലിയിട്ട് പോകാലോ. അപ്പൊ പറഞ്ഞു, ഇല്ല, അത് ഫിത്ന നിങ്ങളിൽ ഭയപ്പെടുന്നു. അയാൾ ചോദിച്ചു, എന്ത് ഫിത്നയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്ഥലം പറഞ്ഞു തന്നിട്ട്, പഠിപ്പിച്ചു തന്നിട്ട്, അതിനാണ് ശ്രേഷ്ഠത, അവിടെ നിന്നാണ് ഇഹ്റാം ചെയ്യേണ്ടതെന്ന് പഠിപ്പിച്ചിട്ട് നിങ്ങൾ അതിനെ മുൻകടന്നുകൊണ്ട് വേറൊരു സ്ഥലം നിശ്ചയിക്കുക എന്നതിനേക്കാളും വലിയ ഫിത്ന എന്താണ്?
അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, ഫൽയഹ്ദരില്ലദീന യുഖാലിഫൂന അൻ അംരിഹി അൻ തുസീബഹും ഫിത്ന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയ്ക്ക് എതിരെ പ്രവർത്തിക്കുന്ന ആളുകളെ അവർ ഭയപ്പെടട്ടെ, അവരെ ഫിത്ന പിടികൂടുമെന്ന്, വേദനയേറിയ ശിക്ഷ ഉണ്ടാകുമെന്ന്. ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ഇമാം മാലിക് റഹിമഹുല്ലാ പഠിപ്പിച്ചു കൊടുക്കാൻ പാടില്ല. ഒരു സ്ഥലം നിശ്ചയിച്ചോ എങ്കിൽ ആ സ്ഥലം മാത്രം, ഒരെണ്ണം നിശ്ചയിച്ചോ എങ്കിൽ ആ ഒരെണ്ണം, അത് മാറ്റാൻ നമുക്ക് അവകാശമില്ല. ദീന് ചേഞ്ച് ചെയ്യാൻ, ദീനിൽ മാറ്റം വരുത്താം. അംലഹും ശുറക്കാ ശറഉ ലഹും മിനദ്ദീനി മാ ലം യഅ്ദൻ ബിഹില്ലാ. അല്ലാഹുവിന്റെ പെർമിഷൻ ഇല്ലാതെ ശരീഅത്ത് ഉണ്ടാക്കാൻ ആരാണ് നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ളത്? വല്ല പാർട്ട്ണർമാരും നിങ്ങൾക്കുണ്ടോ? അങ്ങനെ ഉസ്താദുമാർക്കും ഖാദിമാർക്കും മാറ്റാനുള്ളതല്ല ദീനുൽ ഇസ്ലാം. ഇത് അല്ലാഹുവിന്റെ ദീനാണ്. ഇന്നാ നഹ്നു നസ്സൽനാ ദിക്ർ വ ഇന്നാ ലഹു ലഹാഫിദൂൻ. ഈ കിതാബ്, ഇതിന്റെ സന്ദേശം, ഇതിന്റെ മെസ്സേജ് അത് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കേണ്ടതാണ്. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാനുള്ളതല്ല. അപ്പൊ നമ്മൾ പേടിക്കുക. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ എപ്പോഴും നമ്മൾ ഉണർത്തുന്നതാണ്. ഒരാള് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വെച്ചുകൊണ്ട് ഇടത്തെ കൈ കൊണ്ട് ഭക്ഷിക്കുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തഅകുൽ ബിശ്ശിമാൽ, ഇടത്തെ കൈ കൊണ്ട് തിന്നരുത്. അയാൾ പറഞ്ഞത് ലാ അസ്തതി, എനിക്കാവുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലസ്തതാഅത, നിനക്കാവാതിരിക്കട്ടെ. സ്വഹാബി പറയുന്നു, മാ മനഅഹു ഇല്ലൽ കിബ്ർ, അവന്റെ കിബ്ർ അല്ലാതെ അവൻ അതിൽ തടഞ്ഞിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞു. അപ്പൊ അയാൾ എന്താ, അയാൾക്കത് ഷെയ്മ. ചില ആൾക്കാർക്ക് അങ്ങനെയുണ്ട്, നെരിയാണിക്ക് മുകളിൽ വസ്ത്രം കയറ്റി കൊടുക്കണം. അതുപോലെ തന്നെ സ്ത്രീകളാണെങ്കിൽ ഹിജാബ് ധരിക്കണം, പർദ്ദ ധരിക്കണം. എനിക്കിഷ്ടമുള്ള പോലെ, എന്റെ സ്വാതന്ത്ര്യമാണ്, എന്റെ ഫ്രീഡാണ്, അതിനൊന്നുമില്ല, അതിനൊന്നും പ്രശ്നമല്ല. വലത്തെ കൈ കൊണ്ട് തിന്നണം. ലാ തഅകുൽ ബിശ്ശിമാൽ ഇന്ന ശൈത്താന യഅകുലു വയശ്റബു ബിശ്ശിമാലി. നിങ്ങൾ ഇടത്തെ കൈ കൊണ്ട് തിന്നരുത്, ശൈത്താനാണ്, പിശാചാണ് ഇടത് കൈ കൊണ്ട് തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ, പിന്നെ അത് ആളുകൾക്കിടയിൽ കുറെ ആൾക്കാരുണ്ടല്ലോ, പിന്നെ അവർക്കിടയിൽ ഞാനിങ്ങനെ ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ വലത്തെ കൈ കൊണ്ട് കുടിക്കുമ്പോ അവരെന്താ വിചാരിക്കാം, അല്ലെങ്കിൽ ഗ്ലാസും അങ്ങനെ ഭക്ഷണത്തിന്റെ അവശിഷ്ടമൊക്കെ ആവും. സഹോദരങ്ങളെ, ഏറ്റവും നല്ല ഭക്ഷണ മര്യാദകൾ, ടേബിൾ മാനേഴ്സ് ഒക്കെ പഠിപ്പിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. യാ ഗുലാം സമ്മില്ല, മോനെ ബിസ്മി ചൊല്ലണം. കുൽ ബി യമീനിക, വലത്തെ കൈ കൊണ്ട് തിന്നണം. വകുൽ മിമ്മ യലിക്, നിന്റെ സൈഡിൽ നിന്ന് തിന്നണം. എല്ലാ ഭക്ഷണത്തിന്റെ മര്യാദകളും പഠിപ്പിച്ചു. എന്നിട്ടാണ് ഒരു ഇദാ സഖത്തത്തു ലുഖ്മത്തു അഹദിക്കും, ഒരു വറ്റ് നിങ്ങൾ താഴെ വീണാൽ ഫലാ യദഅഹാ ലിശൈത്താൻ, പിശാചിന് വേണ്ടി നിങ്ങൾ അത് ഒഴിവാക്കരുത്. ഫൽയഖുദ്ഹാ, അവൻ അത് എടുക്കട്ടെ. ഫൽയുംതി അൻഹൽ അദാ, അതിൽ നിന്നുള്ള ഡേർട്ടീസ് നീക്കം ചെയ്ത് ഫൽയഖുൽഹാ, അവൻ അത് ഭക്ഷിക്കട്ടെ. ഫഇന്നഹു ലാ യദ്രി ഫി അയ്യി തുആമികുമുൽ ബറക, അവൻ അറിയില്ല നിങ്ങളുടെ ഏത് ഭക്ഷണത്തിലാണ് ബറക്കത്ത്. അത്രത്തോളം സൂക്ഷ്മത പഠിപ്പിക്കുകയുണ്ടായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബത്ത് അത് കണ്ടു വളർന്നു. ഉത്തബിഉ സുന്ന അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തൊരു കാര്യം ചെയ്താലും അത് അതേപോലെ ഫോളോ ചെയ്യാൻ വേണ്ടി അദ്ദേഹം താല്പര്യം കാണിച്ചു. സഹോദരങ്ങളെ, ദീനുൽ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത് അതാണ്, ഇത്തിബാ ആണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തൊന്ന് പഠിപ്പിച്ചോ അതേപോലെ അത് ചെയ്യുക, നിർവഹിക്കുക എന്നാണ്. നമ്മുടേതായിക്കൊണ്ട് അതിൽ മാറ്റം വരുത്താൻ പാടുള്ളതല്ല. നമസ്കാരത്തിന് ശേഷം 33 പ്രാവശ്യം സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ചൊല്ലാൻ വേണ്ടി പഠിപ്പിച്ചു. അതിൽ കൂട്ടിയിട്ട് നമുക്കൊരു 50 പ്രാവശ്യം ആക്കാം. ദിക്റല്ലേ, സ്വലാത്തല്ലേ, നല്ലതല്ലേ? ഇല്ല. അങ്ങനെ ഒരു നല്ലത്, ഏറ്റവും നല്ലതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഒരാൾ സുബഹി നമസ്കരിക്കുകയായിരുന്നു. സുബഹി നമസ്കരിക്കുന്നതിന് മുമ്പ് അയാൾ 2 റക്അത്ത് സുന്നത്ത് നമസ്കരിച്ചു. ഉടനെ തന്നെ അയാൾ എഴുന്നേറ്റുകൊണ്ട് സുബഹി നമസ്കരിക്കും. നീ സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് ഒരാൾ വേഗത്തിൽ എഴുന്നേറ്റ് നിന്ന് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക, അയാൾക്ക് മിസ്സായത്. അങ്ങനെ ഒരു മസലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ഹദറിലും സഫറിലും ഒഴിവാക്കാത്തതാണെന്ത്, റക്അത്തുൽ ഫജ്ർ ഖൈറുൽ ലക മിനദ് ദുനിയ വമാ ഫിഹാ. സുബഹിക്ക് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ഒഴിവാക്കാറുണ്ടായിരുന്നില്ല. ഈ ദുനിയാവും അതിലുള്ളതെല്ലാം കിട്ടുന്നതിനേക്കാളും ഖൈറായ ഒരു സുന്നത്താണെന്ത്, ഫജ്റിന് മുമ്പുള്ള, ഫജ്ർ ബാങ്ക് വിളിച്ച് ഫർദ് നിസ്കരിക്കുന്നതിന് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത്. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിഹയ്ക്ക് ശേഷം ഖുൽ യാ അയ്യുൽ കാഫിറൂൻ ഖുൽ ഹുവല്ലാഹു അഹദ് എന്നുള്ള സൂറത്തുകൾ ഓതിയിരുന്നു. അപ്പോ അത് ആർക്കെങ്കിലും മിസ്സായി പോയാൽ സുബൈ ജമാഅത്ത് കഴിഞ്ഞ് അവർക്ക് നമസ്കരിക്കാവുന്നതാണ്. എന്നാൽ ഒരാൾ സലാം വീട്ടി ഉടനെ എഴുന്നേറ്റുകൊണ്ട് നമസ്കരിക്കുക എന്നത് പാടുള്ളതല്ല. അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് സ്വഹാബി, നിങ്ങൾ 4 റക്അത്ത് സുബൈ നിസ്കരിക്കുകയാണോ എന്ന്. അപ്പൊ അതാണ്, നിസ്കാരം കഴിഞ്ഞ് ഉടനെ എഴുന്നേറ്റ് നിന്ന് നമസ്കരിക്കാൻ പാടില്ല. എന്തെങ്കിലും സംസാരിക്കുകയോ അല്ലെങ്കിൽ പ്ലേസ് ചേഞ്ച് ചെയ്യുകയോ അങ്ങനെ ഹദീസിൽ കാണാൻ സാധിക്കും. എന്താ, നമ്മൾ നിസ്കരിച്ച അതേ സ്ഥലത്ത് തന്നെ സലാം വീട്ടിയിട്ട് ഉടനെ നമസ്കരിച്ചാൽ, ഇപ്പോ ജുമാ നിസ്കരിച്ചു, സലാം വീട്ടി ഉടനെ സുന്നത്ത് നിസ്കരിക്കാൻ എഴുന്നേറ്റാൽ ജുമാ നമസ്കാരം 4 റക്അത്ത് നിസ്കരിച്ച പോലെ ആവും. പിന്നെയോ
നമ്മൾ ദിക്റുകൾ എന്തെങ്കിലും ചൊല്ലണം, അല്ലെങ്കിൽ പ്ലേസ് ചേഞ്ച് ചെയ്യണം എന്നത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിങ്ങനെ ചെറിയ കാര്യങ്ങൾ പോലും നിസ്സാരമായി നമ്മൾ കാണുന്നത് പോലും വളരെ ഗൗരവമായി ദീനിന്റെ വിഷയങ്ങളിൽ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന കാര്യങ്ങളെ അതേപോലെ നമ്മൾ പിന്തുടരുക എന്നതാണ് നമ്മുടെ ബാധ്യത. അതിൽ നമുക്ക് പ്രയാസമുണ്ടാവരുത്. ആമന്നാ വസല്ലംന, ഞങ്ങൾ വിശ്വസിച്ചു, ഞങ്ങൾ സ്വീകരിച്ചു, സമിഅനാ വഅതഅനാ, ഞങ്ങൾ കേട്ടു, അനുസരിച്ചു എന്നതാണ് നമ്മുടെ മനസ്സുകൊണ്ടും നമ്മുടെ നാവുകൊണ്ടും ജീവിതം കൊണ്ടും നമ്മിൽ നിന്നുണ്ടാവേണ്ടത്. ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയ്ക്ക് എതിരായി കൊണ്ടൊരു കാര്യവും ചെയ്യാൻ പാടില്ല. ദീനിൽ ഇല്ലാത്ത കാര്യങ്ങൾ ആരെങ്കിലും പുതുതായി ഉണ്ടാക്കിയാൽ അത് തള്ളിക്കളയണം. അത് അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസായിരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് അലാ ഫസ്തഗ്ഫിറൂ ഇന്നഹു വൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على نبينا رحمة للعالمين وعلى آله وصحبه أجمعين أما بعد أيها الناس اتقوا الله عباد الله. സഹോദരങ്ങളെ, നാം നിർവഹിക്കുന്ന ശ്രേഷ്ഠമായ ഇബാദത്താണ് നമസ്കാരം. ആ നമസ്കാരവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ഉണർത്തുവാൻ ഉദ്ദേശിക്കുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഉമിർതു അൻ അസ്ജുദ അലാ സബ്അതി അഅ്ളുമിൻ, 7 ഓർഗൻസിൽ 7 അവയവങ്ങളിൽ സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിക്കപ്പെടുകയുണ്ടായി. അലൽ ജബ്ഹ, ഫോർഹെഡ്, നെറ്റി, വഅശാറ ബിയദിഹി അലാ അൻഫിഹി, നെറ്റി എന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മൂക്കിലേക്ക് ചൂണ്ടുകയുണ്ടായി. അതായത് 7 അവയവങ്ങൾ നമ്മുടെ ഫ്ലോറിൽ നിലത്തിങ്ങനെ ടച്ച് ചെയ്തിട്ടാണ് നമ്മൾ നമസ്കരിക്കേണ്ടത്, സുജൂദ് ചെയ്യേണ്ടത്. വലിയതേനി, 2 കൈകൾ, കൈകൾ എന്ന് പറഞ്ഞാൽ കൈപ്പത്തി. അതുപോലെ തന്നെ വറുക്കുബത്തൈൻ, 2 കാൽമുട്ടുകൾ. വഅത്റാഫൽ ഖദമൈൻ, അതേപോലെ തന്നെ കാലിന്റെ ഈ അറ്റങ്ങൾ ഇതിങ്ങനെ ആക്കിയിട്ടാണ് വെക്കേണ്ടത്. ഇങ്ങനെയല്ല, നിലത്ത് ഇങ്ങനെയല്ല, ഇങ്ങനെ ആക്കിയിട്ട് അത് ഖിബിലയിലേക്ക് ഇതിന്റെ അറ്റങ്ങൾ, അത്റാഫൽ ഖദമൈൻ, ഈ തൊറഫുകൾ ഖിബിലയിലാക്കി കൊണ്ടുവെക്കാൻ. അങ്ങനെ 7 അവയവങ്ങളിൽ സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിക്കപ്പെട്ടു എന്നാണ്. പലരും സുജൂദിൽ വരുത്തുന്ന ഒരു തെറ്റ്, കൈകൾ ഇങ്ങനെ പരത്തി വെക്കുന്നത് കാണാം സുജൂദ് ചെയ്യും. മറ്റൊരു ഹദീസിൽ കാണാം, യഅ്തദിലു ഫി സുജൂദ്, സുജൂദിൽ നിങ്ങൾ വളരെ ക്രമമായി കൃത്യമായി നിൽക്കണം. ലാ യബ്സുത അഹദുക്കും ദിറാഇഹി ഇംബിസാത്തുൽ കൽബ്, നിങ്ങൾ ഒരാളും ഈ ഡോഗ് കിടക്കുന്ന പോലെ സുജൂദിൽ കിടക്കരുത്. അതെന്താ? ഈ കൈപ്പത്തി വെച്ചിട്ട് ഇങ്ങനെ ഈ കൈകൾ ഉയർത്തി വെക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഇങ്ങനെ പരത്തി വെച്ചാൽ ഡോഗ് കിടക്കുന്ന പോലെ അത് ചെയ്യാൻ പാടില്ല. അത് നിസ്കാരത്തിൽ വരുന്ന ഒരു തെറ്റാണ്, പലരും ചെയ്യുന്നത് കാണാം. അപ്പൊ അത് സഹോദരങ്ങളെ പലരും ശ്രദ്ധിക്കാതെ പോകുന്നതാണ്. ആ കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. മറ്റൊന്ന്, നമസ്കാരവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നമസ്കാരത്തിന്റെ ഓരോ അനക്കങ്ങളിലും സ്ത്രീകളും പുരുഷന്മാരും സെയിമാണ്. ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ ഒരേപോലെയാണ്. സ്ത്രീകൾക്ക് പ്രത്യേകമായ രൂപത്തിലല്ല, പുരുഷന്മാരെങ്ങനെയാണ് ചെയ്യേണ്ടത് അതേപോലെ തന്നെയാണ് സുജൂദും റുക്കുവും മറ്റു കാര്യങ്ങളൊക്കെ തന്നെ പഠിപ്പിക്കപ്പെട്ടുള്ളത്. ആ കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളെ പഠിക്കുകയും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്ന പ്രാർത്ഥനകളെ പഠിക്കുകയും അറിയുകയും ഒക്കെ ചെയ്ത് അത് ജീവിതത്തോട് ചേർത്ത് വെക്കാൻ വേണ്ടി നാം പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ ഒരു സഹോദരൻ, അദ്ദേഹത്തിന്റെ മകൾ, ചെറിയ പ്രായമുള്ള 7 മാസമുള്ള ഒരു മകൾ, അവര് സീരിയസ് ആയിക്കൊണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. ഹെഗിഡ നഗറിലുള്ള ഒരു സഹോദരന്റെ മോളാണ്. അവര് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. പല നിലക്കുള്ള പരീക്ഷണങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല കുട്ടിയുടെ അസുഖം ശിഫയാക്കി കൊടുക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാം ജീവിതത്തിൽ എന്തെന്ന് പരീക്ഷണങ്ങളുണ്ടോ, മാനസികമായി, ശാരീരികമായി, സാമ്പത്തികമായി എല്ലാ പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ദൂരീകരിച്ചു തരുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിനോട് ചേർന്ന് നിന്നുകൊണ്ട് ജീവിക്കാൻ, ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ മക്കളിലും കുടുംബങ്ങളിലുമെല്ലാം അല്ലാഹു കൺകുളിർമ പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ മഈശത്തിൽ അല്ലാഹു ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് അല്ലാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹജാത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. ربنا اصرف عنا عذاب جهنم ان عذابها كان غراما انها ساءت مستقرا ومقاما. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم لا تدع لنا ذنبا الا غفرته ولا دينا الا قضيته ولا ميتا الا رحمته ولا مريضا الا شفيته ولا بلاء الا رفعته يا ارحم الراحمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. قوموا إلى صلاتكم.